ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ഇസ്രായേൽ പ്രധാനമായിട്ടും ഇന്നലെ IDFൻ്റെ ഒരു ട്രൂപ്പിനെ അൽ സുവൈദ എന്ന് പറഞ്ഞ സിറിയയ്ക്കുള്ളിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സീസ് ഫയർ എന്നുള്ള നിലയിൽ സിറിയയുടെ HTSനും അതുപോലെ തന്നെ ഈ അൽ സുവൈദയിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കും ഇടയിൽ അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം അവർ ഈ HTS ടീം ഇറങ്ങിപ്പോയാൽ തന്നെയും ഏത് നിമിഷവും ഇവർ തിരിച്ചു വന്നേക്കാം എന്നുള്ള സാഹചര്യമാണ് നിലനിന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഒരു ഫൂട്ടേജ് വെക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡമസ്കസിൽ ഇസ്രായേലിൻ്റെ IAF എയർഫോഴ്സ് അറ്റാക്ക് നടത്തിയതിന് ശേഷം വാക്കാലൊരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ്റെ പേരിൽ അവർ അൽ സുവൈദയിൽ നിന്നും അവർ പുറത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞ വാഗ്ദാനം പറഞ്ഞിട്ട് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതാണ്. അവരുടെ ആ ഒരു പിക്കപ്പ് ട്രക്കുകളുമായിട്ട് അവർ പുറത്തോട്ട് പോകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇത് നടന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് നടക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി, ഇന്നലെ നേരം വെളുക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉടനീളം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ച് മടങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് ഗൂഢാലോചന പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സ്ഥലം, അതായത് ഈ ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ അൽ സുവൈദ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ ഇസ്രായേലിന് പോകാൻ പാടില്ല എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അബു മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറഞ്ഞ ഈ സിറിയയിലെ ഭരണാധികാരിയായിട്ടുള്ള ഈ അൽ ഷാറയ്ക്ക് ഒരു രീതിയിലുള്ള നിയന്ത്രണം, അതായത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ജൊലാനിയുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സെക്ടായിട്ടാണ് ഈ തീവ്രവാദികൾ സംഘം ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘത്തിലുള്ള, ഇപ്പോൾ ഒരു സംഘത്തിനെ നയിക്കുന്ന വേണമെങ്കിൽ ഒരു കമാൻഡോ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ആ രീതിയിലുള്ള ആ തീവ്രവാദ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന കമാൻഡോ പറയുന്നത് വെച്ചാൽ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ തന്നെയാണ് പറയുന്നത്. അതായത് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സുപ്രധാന ദൗത്യം എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ഇനി ഇതിലുപരിയായിട്ട് വേറൊരു ഈ ബദൂയി എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരും ഈ സുന്നി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇതേ തീവ്രവാദ സംഘത്തിനെ പിന്തുണയ്ക്കുന്ന കൂട്ടരാണ് ഈ ബദൂവിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഗോത്രം. ഈ ബദൂവിൻ എന്ന് പറഞ്ഞ ഗോത്രത്തിലുള്ള ആൾക്കാരും ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഇറങ്ങുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു ലോക്കൽ ട്രൂപ്പ് അഥവാ ആ ഒരു ലോക്കൽ ഗുണ്ടകളുടെ ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ തോക്കും പിടിച്ചൊക്കെ നിൽക്കുന്ന യുവമാര് ഈ ബദൂവിയൻ ഗോത്രത്തിലുള്ള ആൾക്കാരാണ്. ഇവർ ഈ ജോർദാൻ മേഖലയിലുള്ള പാലസ്തീനിയൻ ജോർദാനികളായിട്ട് അറിയപ്പെടുന്ന ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ആൾക്കാരാണ് ഈ ബദൂവിയൻ എന്ന് പറയുന്നത്. അതുപോലെ സിറിയയ്ക്കുള്ളിലും ഇവർ കുറച്ച് സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, ജോർദാനിൽ താമസിക്കുന്നുണ്ട്, അതുപോലെ ലെബനാന്റെ ഭാഗത്തും ചെറുതായിട്ട് ഇവർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ചുറ്റുപാട്. അപ്പം ഇങ്ങനൊരു ടീമും കൂടി ഡ്രൂസിനെതിരെ വരുന്നുണ്ട്. ഇപ്പൊ ഡ്രൂസിനെതിരെ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സിറിയയിൽ ഭരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള HTS എതിരെ വരുന്നു, നമ്പർ 1. നമ്പർ 2, അവിടുത്തെ ISISുമായിട്ട് ബന്ധപ്പെട്ട ആ തീവ്രവാദികൾ ഇവർക്കെതിരെ വരുന്നു, നമ്പർ 2. അടുത്ത് ഇതാ ബദൂവിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഗോത്രക്കാർ വരുന്നു, ഇത് നമ്പർ 3. ഇപ്പൊ ഈ 3 ആൾക്കാരും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റി അവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഇപ്പൊ അടുത്തൊരു ഫൂട്ടേജ് ഞാൻ കാണിക്കാം. ഈ ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഫൂട്ടേജ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവര് അലപ്പോ എന്ന് പറഞ്ഞ സിറ്റിയിൽ വലിയ രീതിയിലുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇവര് ഇന്നലെ HTS ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം ഈ തീവ്ര നിലപാടുള്ള ഈ തീവ്രവാദ സംഘടന നയിക്കുന്ന ഈ വ്യക്തികൾ, ഈ 2 Iയും 2 S ഉമുള്ള ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാർ 50,000 മുതൽ 70,000 മെമ്പർ ഉണ്ട് ഇവര് സിറിയയ്ക്കുള്ളിൽ. ഇവര് അൽ സുവൈദയിലേക്ക് വരികയാണെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരം മുതലേ ഇന്നലെ രാത്രി തൊട്ടേ ഇവർ കൂട്ടമായിട്ട് വരികയാണ്. പക്ഷെ ഇവരിത് എങ്ങോട്ടാണ് വരുന്നത്, എവിടെയാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭ്യമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സിറിയയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് ഈ അൽ സുവൈദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് ഡേ ടൈമിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും പുറത്തു വരുന്നില്ല കേട്ടോ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നലെ രാത്രി വെച്ചാൽ പുലർച്ചെ വരെ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വരെ ഒരു വിവരവും പുറത്തു വരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് വെക്കാം. യുവമാരിപ്പോ മൊത്തത്തില് ഈ തലയിൽ തുണിയും ഇട്ട് ഇങ്ങനെ ആക്രോശമായിട്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് ഇവർ പോകുന്നത് ഈ സംഭവം സെയിം സ്ഥലത്തേക്ക് തന്നെയാണ്. ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലത്തേക്ക് അൽ സുവൈദാനിലേക്ക് മാത്രമാണ് ഇവർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ടീമുകൾ വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇവർ വലിയ വാഹന റാലി, നമുക്ക് ഞാനിവിടെ ഒരു ഫുട്ടേജ് വെക്കാം, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത്രയും നീണ്ട റാലിയാണ്. ഈ വാഹനങ്ങളിൽ പോകുന്ന ഈ തീവ്രവാദികളെല്ലാം നേരെ പോകുന്നത് ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. യുവമാരൊക്കെ ഈ പോകുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഇവന്മാർ പോയി എവിടെ പോയി എത്തിപ്പെട്ടു, ഇവന്മാർ എവിടെ എത്തിപ്പെട്ടു, ഇപ്പൊ അൽ സുവൈദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. IDFന്റെ ട്രൂപ്പ് ഈ അൽ സുവൈദ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ കടന്നു ചെല്ലുന്നതും അവിടുത്തെ ജനങ്ങൾ വളരെ സമാധാനപൂർവ്വം സന്തോഷത്തോടു കൂടിയ നമുക്കൊരു പ്രൊട്ടക്ഷനായി എന്നുള്ള നിലയിൽ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തുകൊണ്ട് ഈ IDFന്റെ വാഹനങ്ങളെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം, അവിടെ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടോ, എന്തെങ്കിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഇതാണ് നിലവിലെ സിറിയയുടെ അവസ്ഥ. സിറിയ ടോട്ടലി ജൊലാനിയുടെ കൺട്രോളിലല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ജൊലാനി ഞാൻ ഈ ജൊലാനിയുടെ ഒരു കപ്പാസിറ്റി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ സ്ഥലം മാത്രമാണ്, ആ സ്ഥലത്ത് നിന്ന് മാത്രമാണ്, ഈ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാത്രമാണ് കുറച്ച് താഴോട്ട് കൺട്രോൾ ചെയ്ത് ഈ ഡമസ്കസ് എന്നുള്ള ഏരിയ പിടിക്കാൻ കഴിഞ്ഞു ജൊലാനിക്ക്. അത് മാത്രമാണ് ജൊലാനി ചെയ്ത ഒരു പ്രത്യേക കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ പൊസിഷനിൽ പുള്ളി ഉള്ളത്. അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഒരു ക്വാളിറ്റിയും ഒരു കപ്പാസിറ്റിയും ആ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പൊസിഷൻ ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു അർഹനല്ല പുള്ളി. അത് മാത്രം നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം മറ്റുള്ളതെല്ലാം നയിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളാണ്. അൾട്ടിമേറ്റ്ലി ഇന്നലെ ഒരു തീവ്രവാദി പറയാണ്, അതായത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിറിയയിൽ ഭരിക്കുന്നതും ഇതേ നമ്മൾ തന്നെയാണ് എന്നാണ് അവൻ പറയുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതന്നെ തീവ്രവാദ സംഘടന. 2 2 ആൾക്കാർ തന്നെയാണ് സിറിയ ഭരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ഒരുപാട് ഈ ജൊലാനിയേക്കാളും പവർഫുള്ളായിട്ടുള്ള തീവ്രവാദികൾ ഈ സംഘടനകളുടെ ചെറിയ കമാൻഡോ രൂപത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. അതിലുപരിയായിട്ട് ഇന്നലെ ഇസ്രായേൽ ഒരു പാഴ്സൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ HTSന്റെ തീവ്രവാദികൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ആക്രമിക്കാൻ അൽ സുവൈദയിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഇസ്രായേൽ യുവമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു പാഴ്സലാണത്. ആ പാഴ്സൽ മൊത്തം മറ്റേ മരുന്നാണ്. അതിന്റെ ഫുൾ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ ചാക്ക് കണക്കിൽ ഈ സാധനം കൊണ്ടുവന്ന് കഴിക്കുന്നതാണ് ഇവന്മാർ. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ മീശ എടുക്കാൻ പോകുന്നതെന്നും ഇങ്ങനെ ബാർബർ ഷോപ്പ് നടത്താൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് സാധനം. ഈ സാധനം ഇവന്മാർ അടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അല്ല സാധാരണ മനുഷ്യന്മാർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ സിറിയയ്ക്കുള്ളിൽ ഗുരുതരമായ അവസ്ഥയാണ്. ഇനിയിപ്പം ഞാനിപ്പോൾ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് തരത്തിലുള്ള ഫൂട്ടേജാണ് ഇനിയിപ്പം ഈ സുവൈദ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുറത്ത് വരാൻ പോകുന്നത് എന്നുള്ളത്. ഓൾറെഡി തന്നെ അരോചകമായിട്ടുള്ള പല രീതിയിലൂടെ തന്നെ കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫൂട്ടേജസ് ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. ഞാനത് മാക്സിമം ഇവിടെ ഷെയർ ചെയ്യാത്തതാണ്. അത് ഞാനോ കാണുന്നു, ഇനിയിപ്പോൾ നിങ്ങളും കൂടെ കണ്ട് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിലുള്ള ഇത്രയും പേരെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേഴ്സുമാർ, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെയാണ്. ഇവരൊക്കെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ള അൽ സുവൈദ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അവിടെ ജോലി ചെയ്ത ജോലിക്കാരാണ് ഇവരൊക്കെ. ഈ ജോലിക്കാർ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ. അതിരൂക്ഷമായ നിലയിൽ, അതിക്രൂരമായ നിലയിൽ, പൈശാചികമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ ആ വിഷയം നമ്മൾ അവിടെ നിർത്തിയിട്ട് നേരെ ഗാസയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഗാസയിലുള്ളിൽ കാൻ യൂനിസിൽ 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണൽ, അണ്ടർഗ്രൗണ്ട് പാത്വേ, അതങ്ങ് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് നിരനിരയായിട്ട് ഇങ്ങനെ ബോംബ് വെച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതാണ് നടന്നിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഗാസയ്ക്ക് ഉള്ളിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 3 പേരും തന്നെ സുപ്രധാന കമാൻഡോമാർ എന്നാണ് പറയുന്നത്. ഈ 3 പേരാണ് ഇതിനകത്ത് കൊല്ലപ്പെട്ടത്. ഇതിനകത്ത് ഇയാദ് നാസർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കമാൻഡറാണ് ഹമാസിന്റെ. ഹസൻ മുഹമ്മദ് മാരി എന്ന് പറഞ്ഞൊരു ഹമാസിന്റെ കമാൻഡർ, മുഹമ്മദ് സാക്കി സമദെ എന്ന് പറഞ്ഞ ഇനിയൊരു കമാൻഡർ. ഈ 3 പേരെ വധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ സിറിയയ്ക്കുള്ളിൽ ഇന്നലെ ഡമസ്കസിൽ ആ മിലിറ്ററി ആസ്ഥാനം അറ്റാക്ക് ചെയ്ത സമയത്ത് നമ്മളൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ സിറിയയുടെ ഡിഫൻസ് മിനിസ്റ്റർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സിറിയയുടെ ഡിഫൻസ് മിനിസ്റ്റർ. പക്ഷേ സിറിയ ഇത് ഒഫീഷ്യലി തന്നെ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇപ്പോൾ ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വെളിയിൽ പബ്ലിഷ് ആവും. മർഹബ് അബു ഖസ്ര എന്നാണ് അയാളുടെ പേര്. ഇസ്രായേൽ 20 മിനിറ്റ്സിന് മുമ്പ് ഒരു വാണിംഗ് ആക്രമണം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സൂചന അറ്റാക്ക്. അത് ആ ഒരു സ്ഥാപനത്തിന്റെ വാതിലായിരുന്നു, ഗേറ്റിൽ. ആ ഗേറ്റ് ആക്രമണം കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മേജറായിട്ടുള്ള അറ്റാക്ക് നടത്തിയത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒഴിഞ്ഞു പോകാനുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നേക്കുമായി ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അതാണ് സംഭവം.
അപ്പൊ ഇത് ഓർമ്മിച്ച് വെച്ചോ, 70,000 പേര് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. സിറിയക്കുള്ളിൽ അടുത്ത സംഭവത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് 70,000 പേര്, 70,000 തീവ്രവാദികൾ. അതായത് ഇതിന്റെ അജണ്ട ഒന്നേ ഉള്ളൂ, ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട സൗത്ത് സൈഡിൽ, സിറിയയുടെ ഡമസ്കസിന്റെ സൗത്ത് സൈഡിൽ കിടക്കുന്ന അൽ സുവൈദ ഉൾപ്പെടെയുള്ള ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ഒരിക്കലും, ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണമെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് പോവാം, പക്ഷേ ആ അൽ സുവൈദ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ, ഡ്രൂസ് കമ്മ്യൂണിറ്റികൾ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ, അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാണ് നിലപാട്. അത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് അവർക്കില്ല. അതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്ത് അതിനെ നേടിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിന് ഇസ്രായേൽ ഇത്തവണ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം എന്താണ് അവിടെ അകത്ത് നടക്കുന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതുപോലെ UK ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഫാർ റൈറ്റ്, ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലണ്ടിൽ ഒരു ബെൽ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ആ ഒരു ഹോട്ടലിൽ സംഭവിച്ച ഒരു സംഭവത്തിനെ തുടർന്ന് ഫാർ റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ, അതായത് അവിടെ ഇംഗ്ലീഷുകാർ, ആ ഇംഗ്ലീഷുകാരും അതേപോലെ ലെഫ്റ്റ് ലിബറൽ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരാണ് ഈ ഒരു ഇന്തിഫാദ, ഈ ഫ്രീ പാലസ്തീൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാർ. അവർ വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിന് മുന്നിൽ വന്നെത്തി ഈ ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ നല്ല രീതിയിലുള്ള ക്ലാഷ് അവിടെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.